അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതാ നമ്മുടെ ജഗ്ഗൂസും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഞങ്ങൾ പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കോട്ട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, എന്നാൽ പോലും പറയാണ്. നമ്മൾ ഓണമായിട്ട് നമ്മൾ ഓണത്തിന് വേണ്ട മാവേലി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതായത് നാട്ടുമ്പുറങ്ങളിൽ നമ്മുടെ കേരളീയരുടെ മെയിൻ ഒന്നാം തരം അടിപൊളി ഓണമല്ലേ. ഓണം പറഞ്ഞു കഴിഞ്ഞാൽ ലോകമൊട്ടാകം അടിച്ചു പൊളിക്കുന്ന ഒരു കലാപരിപാടിയല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട സാധനം നമ്മൾ മാവേലികളുണ്ട്. മാവേലികൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടുകളിൽ ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പൂജയൊക്കെ കഴിച്ച് നമ്മൾ 2-3 ദിവസമൊക്കെ ചെയ്യുമ്പോൾ വേണ്ട കൊത്തണ്ട. അപ്പോൾ നമ്മളതൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ മാവേലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. എന്നാൽ പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള മണ്ണ് ആദ്യം ശേഖരിക്കാൻ പോവാണ് കേട്ടോ. എന്നാൽ പിന്നെ പോവല്ലേ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ മണ്ണെടുക്കുന്നത് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മളിനി മണ്ണെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇവിടെ ചെത്താല്ലേ. ഓക്കെ, നമുക്ക് ശരിക്കും ഒരു കൊട്ട മണ്ണിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനടിയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വേർത്തു. സംഭവം ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ടൈം വരെ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മളൊരു ചാക്ക് മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മതി. ഇനി വണ്ടി കയറ്റിയിട്ടേ കൊണ്ടുവന്നാണ്. ഇറങ്ങണം. നോക്ക്, ഇതന്നെയല്ലേ പുളിമണ്ണ് പറഞ്ഞ. ഞങ്ങൾ കുറേ വെട്ടി മേലെയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉള്ളിൽ എന്നാൽ ഒട്ടില്ലേ നമ്മൾ നോക്കുക കണ്ടോ. ഞാൻ എന്നിട്ട് പിടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതന്നെയല്ലേ മണ്ണ് നോക്ക്, ഒട്ടില്ല. ഒരുത്തൻ ടെസ്റ്റ് ചെയ്യണു. ഉരുണ്ടയാക്കിയിട്ട് ഇങ്ങനെതാ ഇങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് താഴെ വീണ്ടെടുക്കും പൊട്ടില്ല വെള്ളം. അപ്പൊ ഇതന്നെ ആയിരിക്കും പൊട്ടിയ. ശരി, ഇറക്കട്ടെ, മാറാം ഉണ്ടാക്കാൻ പറ്റും. ഇത്ര നേരം വെട്ടും കാര്യങ്ങളും ഭയങ്കര പരിപാടി. അതിൻ്റെ ഇടയിൽ ഒരു ഷോപ്പിങ്. അവന് മറ്റേ എന്താണ് എനിക്ക് ഓർമ്മയില്ല, വെഡ്ഡിങ് ഡേ. എൻ്റെ വെഡ്ഡിങ് ഡേ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. വെഡ്ഡിങ് ഡേക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വേണം പറഞ്ഞിട്ട് അവൻ ഒരാഴ്ച ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയൊക്കെയോ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുക. എനിക്കറിയില്ല. ഇപ്പം എന്തോ മേടിക്കണം പറഞ്ഞൊരു കടയിൽ കൊണ്ടുപോയി എന്നെ ഇവിടെ വിട്ടിട്ട് പോയാൽ മതി, ഞാൻ മേടിച്ചോളാം, ഒന്നും നോക്കാൻ പറ്റില്ല പറഞ്ഞു. ശരിയാടപ്പാ മേടിച്ചോന്നും പറഞ്ഞുകൊണ്ട് അവ അവിടെ മേടിക്കണ കണ്ടു. ഞാൻ പിന്നെ പോയി കഴിയുമ്പോഴേക്കൊരു പാക്കിങ് ചെയ്ത് അത്ര കുട്ടി ബോക്സ് ആക്കിയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ആവട്ടെ, ആൾ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മൾ വേറെ ഒന്നും നോക്കാനില്ല. ഇന്നത്തെ പരിപാടി എന്തായാലും നമ്മൾ മാതൂറല്ലേ പറയാ, മാവേലി. ഞാൻ ഇത് കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഇല്ല, എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ഇന്ന് മാവേലി ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ പോവുകയാണ്. എന്തായാലും ഈ മണ്ണ് പറ്റില്ല പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുമ്പോൾ നീ എവിടേക്ക് മേൽ കുടിക്കണേ. കടയിൽ പോയി കഴിഞ്ഞപ്പോൾ ഏട്ടായിമാരെ പറഞ്ഞു, അയ്യോ ഇതും കൊണ്ടാണ് മാവേലി ഉണ്ടാക്കുന്നത് കൊണ്ട് 2-3 പേര് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആകെ ചമ്മിയ പോലെയായി. ശരി, ഇതും കൊണ്ട് പറ്റില്ല പറഞ്ഞാൽ അവിടെ വന്നിട്ട് അടിപൊളി ചെടി നടാന്ന് പറഞ്ഞിട്ട് പ്ലാനിൽ വന്ന് പിന്നെ നോക്കുമ്പോൾ ഒട്ടിനൊക്കെ ഉണ്ട്. താണ്ടാ നല്ല ഒട്ടിനൊക്കെ ഉണ്ട്. എന്തായാലും ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നമ്മൾ ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കണ്ടേ. അപ്പോൾ പൊറോട്ടയ്ക്ക് മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നടാ, കുഴപ്പമില്ല അല്ലേ മൊത്തം ഒഴിക്കാൻ പോവാണേ. മതിയില്ലേ.